ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ജൂലൈ 2025 എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സീറ്റ് കിട്ടുന്നില്ല, സീറ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്, അപ്പോൾ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണം എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്ക് ഈ മന്ത് ലാസ്റ്റ് വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. പിന്നെയും ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജൂലൈ ബാച്ചിലോട്ടുള്ള എക്സാം രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു അക്കാദമിക് ഇയറിൽ എക്സാം രജിസ്ട്രേഷൻ ഓൾമോസ്റ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും സീറ്റുകൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ ഒരുപാട് സ്റ്റുഡൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് സീറ്റ് കിട്ടുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളെ നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. എല്ലാ കോളേജിലും ഒരുപാട് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരിക്കില്ല, ലിമിറ്റഡ് സീറ്റ് മാത്രമായിരിക്കും. അപ്പോൾ വടകര റീജിയണൽ സെന്ററിന്റെ അണ്ടറിലുള്ള കോളേജസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് പല തവണയായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം അവിടെയുള്ള കോളേജുകളുടെ സീറ്റുകൾ പെട്ടെന്ന് ഫില്ലാവും. ഒരുപാട് സ്റ്റുഡൻസ് ഇഗ്നൂന് ജോയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ ഒരു കോളേജിൽ എക്സാം എഴുതുമ്പോൾ അവിടെ ഒരു ലിമിറ്റഡ് സീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇഗ്നു പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ്, ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് സ്റ്റുഡൻസ് ഇത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീറ്റിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഇഗ്നു യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സിന് 6 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 6 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു വർഷം 2 ചാൻസ് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്നത്. അതായത് ഡിസംബർ ജാനുവരി ബാച്ചും ജൂൺ ജൂലൈ ബാച്ചും. എന്തെങ്കിലും കാരണം കൊണ്ട് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഓൾറെഡി എക്സാം രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻസ് ഒട്ടും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സബ്ജക്റ്റ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡിസംബർ ജാനുവരിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സീറ്റ് അവൈലബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഇനിയും സീറ്റ് കിട്ടാത്ത സ്റ്റുഡൻസും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ഡിസംബർ ജാനുവരി ടൈമിൽ നമുക്ക് എക്സാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മുൻകൂട്ടി തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാം. എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സീറ്റ് അവൈലബിലിറ്റി കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. യൂണിവേഴ്സിറ്റി എക്സാം രജിസ്ട്രേഷൻ അനൗൺസ് ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരുപാട് ഡിലേ ആവും തോറും സീറ്റുകൾ ഫില്ലായിട്ട് വരികയാണ്. പല കോളേജിലും 12,000-ന് മുകളിൽ സ്റ്റുഡൻസ് എക്സാം എഴുതുന്നവരുണ്ട്. അപ്പോൾ പല കോളേജുകളും നമ്മൾ വിളിക്കുമ്പോൾ അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസിന് സീറ്റ് വളരെ കുറവായതുകൊണ്ട് വേറെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് എക്സാം നടത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സ്റ്റുഡൻസ് എക്സാം എഴുതാൻ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് അടുത്തുള്ള സെന്റേഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഷീറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്ക് ജൂൺ ജൂലൈയിലാണ് എക്സാം വരുന്നത്. ഡേറ്റ് ഷീറ്റ് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഹാൾ ടിക്കറ്റ് വരുമ്പോൾ കറക്റ്റ് ഡേറ്റും അതുപോലെ ടൈമും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഹാൾ ടിക്കറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. എക്സാം എഴുതുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ലേ എന്നും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന്റെ ശ്രദ്ധിക്കേണ്ടത്. സീറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഇനി ആരും സങ്കടപ്പെടണ്ട. നമുക്ക് നെക്സ്റ്റ് ഒരു ഓപ്ഷനും കൂടെ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്ത സ്റ്റുഡൻസ് എത്രയും വേഗം പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയറിലോട്ടുള്ള അഡ്മിഷൻ ആയാലും എത്രയും വേഗം നിങ്ങൾ കൺഫർമേഷൻ ചെയ്യുക. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് സെക്കൻഡ് ഇയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെയും റീ രജിസ്ട്രേഷൻ്റെയും ഒരു ടൈമാണ് ഈ മന്ത് ലാസ്റ്റ് വരെ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എനിവേ താങ്ക് യു.